ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിൻ്റെ 7-ാം ദിവസമായ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് സർവായുധ വർഗം എന്ന വിഷയത്തെ പറ്റിയാണ്. വിശ്വാസിയെ ക്രിസ്തീയ ജീവിതത്തിൽ വളർത്താൻ വേണ്ടിയും ഉയർത്താൻ വേണ്ടിയുമുള്ള ഒരു യാത്രയുടെ തുടക്കമാണ് ഓരോ നോമ്പുകാലവും. യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൂടിയുള്ള അവസരം കൂടിയാണിത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. നോമ്പ് നാം അനുഷ്ഠിക്കുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മിലുള്ള ദൈവശക്തി നശിപ്പിക്കാൻ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പല തന്ത്രങ്ങളുമായി വരുമ്പോൾ നാം ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ ആത്മീയതയെ സാത്താൻ ദുഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നാം എല്ലാവരും സർവായുധം ധരിച്ച് ദൈവകൃപയിൽ ശക്തിപ്പെടണം. സർവായുധ വർഗം ധരിക്കണമെങ്കിൽ നാം 6 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായി സത്യം കൊണ്ട് അരം മുറുക്കി കെട്ടണം. രണ്ടാമതായി നീതി എന്ന കവചം എടുക്കണം. മൂന്നാമതായി സമാധാന സുവിശേഷം ചെയ്യാൻ തയ്യാറാകണം. നാലാമതായി വിശ്വാസം എന്ന പരിചയ കയ്യിൽ കരുതണം. 5 രക്ഷ എന്ന തൊപ്പി വയ്ക്കണം. 6-ാമതായി ദൈവവചനം എന്ന വാളെടുക്കണം. ഈ 6 കാര്യങ്ങൾ നാം കയ്യിൽ കരുതണം. ഒപ്പം എല്ലാ നേരങ്ങളിലും സകലവിധ പ്രാർത്ഥനകളാലും യാചനകളാലും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കാൻ കർത്താവിൻ്റെ സകല ജനത്തിനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും വേണം. അതിനായി ഈ നോമ്പുകാലം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിപ്പാൻ, ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾക്കെതിരെ നിലകൊള്ളുവാനും പോരാടാൻ തയ്യാറാകുവാനും ഈ നോമ്പുകാലം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചിന്ത അവസാനിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.